രണ്ടാം ആഴ്ച തകർന്നെഴുതിയ കമലഹാസന്റെ ബ്രഹ്മാണ്ഡ ചിത്രം തഗ് ലൈഫ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ടു. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമയുടെ 9 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കമലഹാസൻ, തൃഷ കൃഷ്ണൻ, സിലംബരസൻ, ജോജു ജോർജ്, അഭിരാമി, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമൊക്കെ മണിരത്നം അണിയിച്ചിരിക്കിയ ചിത്രമായത് തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമ വമ്പൻ പ്രതീക്ഷകളുമായിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ചിത്രം തിയേറ്ററിലെത്തിയപ്പോൾ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ ചിത്രത്തിന് ഒരു സമ്മിശ്ര അഭിപ്രായം മാത്രമാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ കളക്ഷൻ മാത്രമായിരുന്നു മുന്നിട്ട് നിന്ന് 42 കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയ ചിത്രം പിന്നീട് അങ്ങോട്ട് കളക്ഷന് വൻ തകർച്ച നേരിടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രം 100 കോടി പോലും പിന്നീടൊന്ന് സംശയത്തിൽ നിൽക്കുകയാണ്. 9 ദിവസമായിട്ടുള്ള ചിത്രത്തിൽ ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 64 ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ രണ്ടാം ശനിയാഴ്ചയായിട്ടുള്ള ഇന്നും കളക്ഷനിൽ വലിയൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 1 മുതൽ 1.5 കോടിക്കടുത്തുള്ള തുക മാത്രമായിരിക്കും ചിത്രം ഇന്ന് സ്വന്തമാക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ആദ്യ 9 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 93 കോടി 25 ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിനായിട്ട് 42 കോടി 25 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാട് ബോക്സ് ഓഫീസിന് പോലും ചിത്രത്തിന് 50 ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ഇപ്പോൾ സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നത്. എന്തൊക്കെയാണ് കമലഹാസന്റെ കരിയറിൽ എക്കാലത്തും വലിയ പരാജയങ്ങൾ ഒന്നായിട്ട് തഗ് ലൈഫ് മാറുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷന് വേണ്ടി. അപ്പോൾ തഗ് ലൈഫ് എന്ന് പറയുന്ന കമലഹാസൻ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.